ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബഷീർ ദിനം സമുചിതമായി ആഘോഷിച്ചു. രാവിലെ അധ്യാപകർക്കൊപ്പം കുട്ടികൾ വയലാലിൽ വീട് സന്ദർശിച്ചു. സാംസ്കാരിക പരിപാടികളിലും പങ്കെടുത്തു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 30ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ബേപ്പൂരിലെ വയലാലിൽ സംഘടിപ്പിച്ച അനുസ്മരണ ദിനത്തിൽ ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി. ബഷീറിനെ അനുസ്മരിച്ച് 1986-ൽ അദ്ദേഹം കുട്ടികൾക്ക് എഴുതിയ കത്ത് സന്തോഷ് ജോർജ് കുളങ്ങര വായിച്ചു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ ഈ കുട്ടികളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തൊരു ചാപ്റ്റർ വായിക്കുക, ക്ലാസ്സിൽ വായിപ്പിക്കുക. കുട്ടികൾ ചിലപ്പോൾ വായിച്ചെന്നിരിക്കില്ല പുസ്തകം കൊടുത്തു വിട്ടാൽ. ഞാൻ ഉറപ്പു തരുന്നു, അത്തരത്തിലൊരു പ്രവർത്തനം ഒരു 3 മാസം നടത്തിയാൽ കുട്ടികൾ വായനയുടെ ലോകത്തേക്ക് തിരിച്ചു വരും. ബഷീറിന്റെ പുസ്തകങ്ങളിലൂടെ വായനയുടെ ആവേശവും രോമാഞ്ചവും എന്താണെന്ന് അവർ തിരിച്ചറിയും. വായിച്ചു വളരുന്ന ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കുട്ടികളോട് ഞാൻ പറയുന്നു, ബഷീറിന്റെ പുസ്തകങ്ങൾ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ നമുക്കൊക്കെ അപ്രാപ്യനായ വേറെ ഒരു മനുഷ്യനാണെന്ന് കരുതേണ്ടതില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പേജ് നിങ്ങൾ വായിച്ചാൽ അന്നു മുതൽ ഈ മൊബൈൽ ഫോണിന്റെ ലോകത്ത് നിന്ന്, ടെലിവിഷന്റെ ലോകത്ത് നിന്ന്, സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നിന്ന് കിട്ടാത്ത അനുഭൂതി എങ്ങനെ പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബഷീർ ദിനത്തിന്റെ ഭാഗമായി ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്നു. ബഷീറിന്റെ പൂവമ്പഴം എന്ന കഥയുടെ ചിത്രീകരണം കുട്ടികൾ അവതരിപ്പിച്ചു. ഇന്ന് ജമീല ബേബിക്ക് ആഗ്രഹം പൂവമ്പഴം തിന്നാനാണ്. കുട്ടികൾ വയലാൽ വീട്ടിലെ അനുഭവങ്ങളും പങ്കുവച്ചു. കുട്ടികൾ വരച്ച ബഷീറിന്റെയും ബഷീർ കഥാപാത്രങ്ങളുടെയും പ്രദർശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MES സെൻട്രൽ സ്കൂൾ ബഷീർ ദിനം അനുസ്മരണ പരിപാടികളോടെ ആഘോഷിച്ചു.